നൈജീരിയയ്ക്ക് കർശന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ക്രൈസ്തവരെ കൊലപ്പെടുത്തുന്ന ഇസ്ലാമിക ഭീകരരെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ സൈനിക നടപടിയെന്ന അന്ത്യശാസനം. ഇസ്ലാമിക ഭീകരരെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നും നൈജീരിയയ്ക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ നിർത്തലാക്കുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ട്രംപ് കുറിച്ചു. ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരർ വൻതോതിൽ കൊലപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് നേരത്തെ ട്രംപ് നൈജീരിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് നൽകും. മൈസൺ, നൈജീരിയയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമിക ഭീകരർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് നൈജീരിയ പോലെയുള്ള സൗത്ത് ആഫ്രിക്കയിൽ അതിപട്ടിണി നിറഞ്ഞ രാജ്യങ്ങളിൽ ഈ ബൊക്കോ ഹറാം പോലെയുള്ള ഭീകരശക്തികൾ ഈ പട്ടിണിയെ മുതലാക്കിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ വേട്ടയാടുന്ന സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ അമേരിക്ക കടുത്ത നിലപാടിലേക്ക് പോകുന്നുവെന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും ഗൗതം, അമേരിക്ക വളരെ കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ വന്ന സൂചനകൾ ഒരു പാർലമെൻ്ററി സ്വഭാവമായിരുന്നുവെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിർത്തണം, ഇക്കാര്യം നിരീക്ഷിക്കുന്നതിന് കോൺഗ്രസ് അംഗമായ ഒരു വ്യക്തിയുടെ അധ്യക്ഷതയിൽ ഈ പരിപാടികളെല്ലാം തന്നെ നിരീക്ഷിക്കുമെന്ന നിർദ്ദേശമാണ് ഇന്നലെ നൽകിയതെങ്കിൽ ഇന്ന് നേരെ തിരിച്ച്, അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായ ഭാഷയിൽ തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളുണ്ടായിരിക്കുന്നത്. സൈനിക നടപടി തന്നെ ഉണ്ടാകുമെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 3100ഓളം ക്രൈസ്തവരെ ഈ നേരത്തെ ഗൗതം സൂചിപ്പിച്ച ബൊക്കോ ഹറാം ഉൾപ്പെടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം ചേർന്ന് ഈ നൈജീരിയയിൽ കൊലപ്പെടുത്തിയിരുന്നു. ഇതൊരു വലിയ വംശീയ ശുദ്ധീകരണത്തിൻ്റെ നീക്കമായി മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. വംശഹത്യയുടെ സ്വഭാവത്തിലേക്ക് ഇത് മാറുന്നൊരു സാഹചര്യമുണ്ട്. പശ്ചാത്തലത്തിൽ തന്നെയാണ് കടുത്ത നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ പറഞ്ഞത് ഇത് അവസാനിപ്പിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയതെങ്കിൽ ഇന്ന് കുറെ കൂടി ശക്തമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇക്കാര്യത്തിൽ ഒരു നടപടികളൊന്നും ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് സൈനിക നടപടി ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ നിർബന്ധിതമാകും, അല്ലെങ്കിൽ നിർദ്ദേശം നൽകുക തന്നെ ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റു പ്രധാന വിഷയങ്ങൾ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലുള്ള ദരിദ്ര രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ വലിയ തോതിൽ സാമ്പത്തിക സഹായവും മറ്റു ഉൽപ്പന്നങ്ങളും മറ്റു സൗകര്യങ്ങളും ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ സൗജന്യമായി ലഭ്യമാക്കുന്ന നിരവധിയായ പദ്ധതികൾ അമേരിക്കയിൽ നിന്നുണ്ട്. ഈ സഹായങ്ങളെല്ലാം തന്നെ, മാനുഷിക സഹായങ്ങളെല്ലാം തന്നെ നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഒരു മരണം പോലും ഉണ്ടാകരുത് എന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. 4500ഓളം പേർ ഈ ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായി ക്രൈസ്തവർ മരിച്ചിട്ടുണ്ട് ലോകത്ത് എങ്കിൽ അതിൽ 3100 പേര് മരിച്ചത് ഈ നൈജീരിയയിലാണ് എന്നതാണ് അദ്ദേഹം കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നത് ഇന്നലെ. ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടി വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന നിലപാട് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്ക കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. സൗത്ത് ആഫ്രിക്കയിലെ നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന വലിയ ഭീകരാക്രമണങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് നൈജീരിയൻ സർക്കാർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ബൊക്കോ ഹറാം പോലെയുള്ള സംഘടനകൾക്ക് മേൽ കടുത്ത നിലപാട് സ്വീകരിക്കുവാൻ ഇനിയും നൈജീരിയയിലെ ഔദ്യോഗിക ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ഇടപെടും. അവിടേക്ക് സൈനിക നീക്കം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കൃത്യമായ സന്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത്.